ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളും ആ വൈറൽ വിഭവം ഉണ്ടാക്കിയിട്ടോ. ബൺ മസ്ക ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് കുഞ്ഞു കൊതി മൂത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വരുമ്പോൾ ബട്ടറും ബണ്ണും മിൽക്ക് മെയ്ഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി കട്ട പിടിച്ച ബട്ടർ ആയിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് എളുപ്പമായി. അങ്ങനെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അളവൊന്നും വലിയൊരു ധാരണയൊന്നും ഇല്ല കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ബീറ്ററും വിസ്കും ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ബട്ടറും മിൽക്ക് മെയ്ഡും ഒക്കെ നന്നായിട്ടിങ്ങനെ ഇളക്കി വരികയാണ്. പിന്നെ വീഡിയോസിൽ പറയുന്നത് പോലെ അങ്ങനെ പൊന്തി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അത് ചിലപ്പം ഞാൻ ഇളക്കുന്ന ആ ഒരു രീതി കൊണ്ടായിരിക്കും, അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കി വന്ന ബട്ടർ ഒരു പാനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. അത് നമ്മുടെ ബണ്ണ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. ഞാൻ സിമ്മിലാക്കിയെന്ന് വിചാരിച്ചിട്ട് വേറെ എന്തിനോ ഒന്ന് പോയതാണ്. പക്ഷേ സിമ്മിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി. ഈ സമയത്ത് ഞങ്ങളുടെ ബണ്ണൊന്ന് കരിഞ്ഞു പോയിട്ടോ. അപ്പോൾ അത് കുഞ്ഞിന് ഭയങ്കര വിഷമമായേ. അങ്ങനെ കരിഞ്ഞ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ബൺ മസ്കയ്ക്ക് ഇറാനി ചായ മസ്റ്റ് അല്ലേ. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് വേണ്ട പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ കടുപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി, ഏലക്കായ, 2-3 പൂവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സിമ്മിലാക്കിയത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പാലും കൂടി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പാലൊന്ന് തിളച്ച് വരാനായപ്പോൾ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ പാലും മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് കരിഞ്ഞ ബണ്ണിനെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ ബണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്നായിട്ട് മുറിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് എൻ്റെ ചുറ്റിൽ 2 നിൽക്കുന്നുണ്ട്. കുഞ്ഞും കണ്ണമ്മൂനുമാണ് കേട്ടോ. അവരത് കഴിക്കാനുള്ള ഇതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം ബൺ മസ്കയ്ക്ക് വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ബൺ മസ്കയൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറാനി ചായയും. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.